നമസ്കാരം. നമ്മൾ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ കാണുമ്പോൾ പലപ്പോഴും തലക്കെട്ടുകളും വലിയ സംഖ്യകളും മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ അല്ലേ? പക്ഷേ ശരിക്കും പറഞ്ഞാല് അതൊക്കെ ബഹളങ്ങൾ മാത്രമാണ്. ആ ബഹളങ്ങൾക്കപ്പുറം ഓരോ വോട്ടും ഓരോ കണക്കും നമ്മുടെ ഒരു കഥ പറയുന്നുണ്ട്, ഒരു നാടിന്റെ ഹൃദയമിടിപ്പതിലുണ്ട്. ഇന്ന് നമ്മൾ ആഴത്തിൽ കേൾക്കാൻ പോകുന്നത് മഞ്ചേശ്വരം പറയുന്ന ആ കഥയാണ്. ഡേറ്റ വെച്ച് ബഹളങ്ങൾ മാറ്റി നിർത്തി എന്താണ് ആ ജനവിധി ശരിക്കും അർത്ഥമാക്കുന്നതെന്ന് നമുക്കൊരുമിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമ്മൾ പോകുന്നത് കേരളത്തിന്റെ വടക്കേ അറ്റത്തേക്കാണ്. തുളുനാടിന്റെ അതിരിൽ പല ഭാഷകളും സംസ്കാരങ്ങളും ഒന്നുചേരുന്ന മഞ്ചേശ്വരത്തേക്ക്. ഇതൊരു സാധാരണ മണ്ഡലമല്ല. പലതരം ജീവിതങ്ങൾ, പലതരം സ്വപ്നങ്ങൾ, ഒരുപാട് ആശങ്കകൾ എല്ലാം ഒത്തുചേരുന്ന ഒരിടം. ഇവിടത്തെ മണ്ണിന്റെ കഥയാണ്, ഇവിടത്തെ മനുഷ്യരുടെ കഥയാണ് നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്നത്. അതാണ് നമ്മുടെ ഈ വിശകലനത്തിന്റെ ആത്മാവ്. അപ്പോ നമ്മൾ ഈ വിശകലനത്തിലൂടെ എങ്ങനെയാണ് മുന്നോട്ടു പോകുന്നതെന്ന് നോക്കാം. ആദ്യം രാഷ്ട്രീയത്തിനപ്പുറം നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് പറയും. പിന്നെ മഞ്ചേശ്വരം എന്ന നാടിനെ അടുത്തറിയും. അവിടത്തെ ജനങ്ങളിൽ നിന്നുള്ള സൂചനകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കും. അതിനുശേഷം ജനവിധിയുടെ ഉള്ളറകളിലേക്ക് കടക്കും. ഇതിൽ നിന്നെല്ലാം ഒരു നല്ല ഭരണത്തിനുള്ള രൂപരേഖയുണ്ടാക്കും. അവസാനം മഞ്ചേശ്വരത്തിനായുള്ള ഒരു കാഴ്ചപ്പാടോടെ നമ്മളിത് അവസാനിപ്പിക്കും. നമുക്ക് തുടങ്ങാം. തുടങ്ങുന്നതിന് മുൻപ് ഒരു കാര്യം വ്യക്തമാക്കട്ടെ. നമ്മുടെ ലക്ഷ്യം കേവലം രാഷ്ട്രീയമല്ല. ഇവിടെ ഡാറ്റ ഉപയോഗിക്കുന്നത് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി മാത്രമല്ല. അത് ഭരണം എങ്ങനെ മെച്ചപ്പെടുത്താം, ജനങ്ങളുടെ യഥാർത്ഥ ആവശ്യങ്ങൾ എങ്ങനെ തിരിച്ചറിയാം എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ്. അതുകൊണ്ട് നമ്മളിവിടെ വ്യക്തികളെ വിമർശിക്കുകയല്ല, മറിച്ച് സംവിധാനങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും അതിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്നുമാണ് നോക്കുന്നത്. ശരി, നമുക്ക് നേരെ മഞ്ചേശ്വരത്തേക്ക് കടക്കാം. എന്താണാ നാട്? അവിടുത്തെ രാഷ്ട്രീയത്തെ രൂപപ്പെടുത്തുന്ന യഥാർത്ഥ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഈ രാഷ്ട്രീയ ചർച്ചകൾക്കെല്ലാം അപ്പുറം ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിലെ യഥാർത്ഥ സമ്മർദ്ദങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് നോക്കാം. ഈ കാണുന്ന കണക്കുകൾ വെറും നമ്പറുകളല്ല, ഇതൊരു ജീവിതമാണ്. നോക്കൂ, ഇത് 100% ഒരു തീരദേശ മേഖലയാണ്. 2021 2 ലക്ഷത്തിൽ പരം വോട്ടർമാർ. മതപരമായ ഘടന നോക്കിയാൽ ഏകദേശം 53% മുസ്ലിം, 47% ഹിന്ദു. പക്ഷേ ഇതിനേക്കാളൊക്കെ അപ്പുറം ആളുകളുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഉയർന്ന തൊഴിലില്ലായ്മ, പിന്നെ പണപ്പെരുപ്പം. 2022 ഏകദേശം 12% വരെ വിലക്കയറ്റമുണ്ടായി. എന്താണിതിന്റെ അർത്ഥം? ഇതിന്റെ അർത്ഥം സാധാരണക്കാരന്റെ അടുക്കളയിൽ തീ പുകയുന്നു എന്നാണ്. വാങ്ങുന്ന ഓരോ സാധനത്തിനും വില കൂടുമ്പോൾ ഒരു കുടുംബത്തിന്റെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റുകയാണ്. ഇതാണ് മഞ്ചേശ്വരത്തെ ഏറ്റവും വലിയ യാഥാർത്ഥ്യം. അപ്പോ ഈ ഒരു സാഹചര്യത്തില് ഇത്രയധികം സാമ്പത്തിക സമ്മർദ്ദങ്ങൾക്കിടയിൽ 2021 തെരഞ്ഞെടുപ്പ് നടന്നപ്പോ ജനങ്ങൾ എന്ത് സൂചനയാണ് നൽകിയത്? അതൊരു ഞെട്ടിക്കുന്ന സൂചനയായിരുന്നു. അതാണ് നമ്മുടെ വിശകലനത്തിന്റെ കാതല്. 745. അതെ, വെറും 745 വോട്ടുകൾ. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു സാധാരണ പോളിംഗ് ബൂത്തിൽ ഇതിലും കൂടുതൽ വോട്ടർമാരുണ്ടാകും. അത്രയും ചെറിയൊരു ഭൂരിപക്ഷത്തിലാണ് ഒരു മണ്ഡലത്തിന്റെ മുഴുവൻ ഭാവിയും തീരുമാനിക്കപ്പെട്ടത്. ഇതിനെ നമ്മൾ ശതമാനക്കണക്കിൽ നോക്കിയാലോ? 0.43%. 1% പകുതി പോലുമില്ല. എന്താണിതിനർത്ഥം? ജനവിധി ഒരു നൂൽപ്പാലത്തിലായിരുന്നു. ചെറിയൊരു കാറ്റടിച്ചാൽ പോലും മറഞ്ഞു വീഴാവുന്ന ഒന്ന്. അതായത് ഒരൊറ്റ പ്രാദേശിക പ്രശ്നം മതിയായിരുന്നു, അല്ലെങ്കിൽ നിറവേറ്റാത്ത ഒരൊറ്റ വാഗ്ദാനം മതിയായിരുന്നു ആ തിരഞ്ഞെടുപ്പിന്റെ ഫലം തന്നെ മറ്റൊന്നായി മാറാൻ. ഈ ചാർട്ടിലേക്കൊന്ന് നോക്കൂ. ഇത് കഥ കുറച്ചുകൂടി വ്യക്തമാക്കും. UDFന് 38.14%, BJPക്ക് 37.70%. തമ്മിലുള്ള വ്യത്യാസം 1% പോലുമില്ല. എന്നാൽ മൂന്നാമതൊരു ശക്തിയുണ്ട്, LDF. അവർക്ക് 23.57% വോട്ടുണ്ട്. ഇതൊരു നിർണായക ശക്തിയാണ്. അപ്പോൾ ഇത് ശരിക്കും ഒരു ത്രികോണ മത്സരമാണ്. ആർക്കും ആരെയും എഴുതിത്തള്ളാൻ പറ്റില്ല. ഇതിന്റെ രാഷ്ട്രീയപരമായ അർത്ഥമെന്തെന്നാൽ ഭരിക്കുന്ന ആൾക്ക് എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുപോലെ പരിഗണിക്കാതെ മുന്നോട്ടു പോകാൻ സാധിക്കില്ല. ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാത്രം നോക്കിയാൽ അടുത്ത തവണ പരാജയം ഉറപ്പാണ്. ഓക്കെ, അപ്പൊ തെരഞ്ഞെടുപ്പ് ഫലം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? ഈ നേരിയ ഭൂരിപക്ഷത്തിനു പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ എന്തൊക്കെയാണ്? വെറുതെ രാഷ്ട്രീയ പാർട്ടികൾ പറയുന്ന കാരണങ്ങൾക്കപ്പുറം ജനങ്ങളുടെ വോട്ടിനെ സ്വാധീനിച്ച ആഴത്തിലുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായും 4 കാര്യങ്ങളാണ് ജനങ്ങളെ സ്വാധീനിച്ചത്. ഒന്നാമത്തേത് സാമ്പത്തിക സമ്മർദ്ദം.
വിലക്കയറ്റവും തൊഴിലില്ലായ്മയും, പ്രത്യേകിച്ച് ഗൾഫിൽ നിന്ന് തിരികെ വന്ന ചെറുപ്പക്കാരുടെ അവസ്ഥ. രണ്ടാമത്തേത് സാമൂഹിക ധ്രുവീകരണം, അതായത് ഹിന്ദു വോട്ടുകൾ ഒരു ഭാഗത്തും മുസ്ലിം വോട്ടുകൾ മറുഭാഗത്തും കേന്ദ്രീകരിക്കാനുള്ള ശ്രമങ്ങൾ. മൂന്നാമതായി ഗ്രാമങ്ങളിലെ പ്രശ്നങ്ങൾ, കാട്ടാന ശല്യം, കുടിവെള്ളമില്ലാത്ത അവസ്ഥ. പിന്നെ നാലാമത്തേത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, വെൽഫെയർ ഫെറ്റീഗ് അഥവാ ക്ഷേമ പദ്ധതികളോടുള്ള മടുപ്പ്. ഇത് പദ്ധതികൾ കിട്ടാത്തതുകൊണ്ട് മാത്രമല്ല, വീണ്ടും വീണ്ടും വാഗ്ദാനങ്ങൾ കേട്ട് ഒന്നും നടക്കാതെ വരുമ്പോൾ ഭരണ സംവിധാനത്തിലുള്ള വിശ്വാസം തന്നെ ഇല്ലാതാവുന്ന ഒരവസ്ഥയാണ്. ഇവിടെയാണ് നമ്മളൊരു നിമിഷം നിർത്തേണ്ടത്. നമ്മുടെ ഭരണഘടനയുടെ അടിത്തറ തന്നെ മനുഷ്യന്റെ അന്തസ്സാണ്. എന്താണ് ആ അന്തസ്സ്? ഓരോ വ്യക്തിയുടെയും ശബ്ദത്തിന് വിലയുണ്ടാവുക, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ആളുണ്ടാവുക എന്നതാണ്. പൊതുവായ ചർച്ചകൾ ഉത്തരവാദിത്വത്തോടെയും വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും നടക്കണം. വോട്ടർമാരുടെ പരാതികൾ തിരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം കേൾക്കേണ്ട ഒന്നല്ല, അത് ഓരോ മനുഷ്യന്റെയും ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. ഒരു മണ്ഡലത്തെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ പഞ്ചായത്തുകളിലേക്ക് ചെല്ലണം. അവിടെയാണ് ജനങ്ങളുടെ യഥാർത്ഥ ശബ്ദം കേൾക്കാൻ കഴിയുക. അപ്പോ മഞ്ചേശ്വരത്തെ ഓരോ പഞ്ചായത്തിലും എന്താണ് ആളുകൾക്ക് പറയാനുള്ളത്? നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം. ആദ്യം എൻമകജെ പഞ്ചായത്ത്. ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം വെള്ളമാണ്. ഓരോ വേനൽക്കാലത്തും കുടിവെള്ളത്തിനായി കിലോമീറ്ററുകളോളം നടക്കുന്ന സ്ത്രീകളെയും കുട്ടികളെയും കാണാം. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, വർഷങ്ങളായി തുടരുന്ന ഒരു ദുരിതമാണ്. അടിസ്ഥാനപരമായ ഒരു ആവശ്യം പോലും നിറവേറ്റാൻ കഴിയുന്നില്ല എന്നത് ഒരു ഭരണ സംവിധാനത്തിന്റെ ഏറ്റവും വലിയ പരാജയമാണ്. ഇനി കുമ്പളയിലേക്ക് വരാം. ഇവിടെയുള്ളവരുടെ ഏറ്റവും വലിയ വേദന സ്വന്തം നാട്ടിൽ നല്ലൊരു ആശുപത്രി ഇല്ല എന്നതാണ്. ഒന്നാലോചിച്ചു നോക്കൂ, രാത്രിയിൽ ഒരു കുഞ്ഞിന് അസുഖം വന്നാൽ അവരെയും കൊണ്ട് കിലോമീറ്ററുകൾ താണ്ടി മംഗലാപുരത്തേക്ക് ഓടേണ്ട അവസ്ഥ. ഇത് വെറും സൗകര്യത്തിന്റെ കുറവല്ല, ഇത് ജീവനും മരണത്തിനുമിടയിലുള്ള ഓട്ടമാണ്. അടുത്തത് മംഗൽപാടി. ഇവിടെയുള്ള പ്രശ്നം ഭാവിയെക്കുറിച്ചാണ്. മിടുക്കരായ കുട്ടികൾ +2 പാസ്സാവുന്നു, പക്ഷേ അവർക്ക് തുടർന്ന് പഠിക്കാൻ നല്ലൊരു കോളേജോ ഒരു ജോലി കിട്ടാൻ സഹായിക്കുന്ന കോഴ്സുകളോ സ്വന്തം നാട്ടിലില്ല. ഒരു തലമുറയുടെ സ്വപ്നങ്ങളാണ് അവിടെ വഴിമുട്ടി നിൽക്കുന്നത്. പുത്തികയിലെ കാര്യം പറയാം. അവിടെ ഓരോ മഴക്കാലവും പേടിയുടെ കാലമാണ്. ചെറിയൊരു മഴ പെയ്താൽ മതി, വീടുകളിലും പറമ്പുകളിലും വെള്ളം കയറും. കാരണം ഓടകളൊന്നും ശരിയല്ല. ഇത് പ്രകൃതി ദുരന്തമല്ല, ഇത് മോശം ആസൂത്രണം കൊണ്ടുണ്ടാകുന്ന മനുഷ്യനിർമ്മിത ദുരന്തമാണ്. അപ്പം നമ്മളിപ്പോൾ എന്താണ് കേട്ടത്? എൻമകജയിലെ ദാഹം, കുമ്പളയിലെ ഭയം, മംഗൾപാടിയിലെ സ്വപ്നങ്ങൾ, പുത്തികയിലെ ദുരിതം. ഈ പ്രശ്നങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു. ഇനി എന്തു ചെയ്യണം? പ്രശ്നങ്ങൾ പറയുക മാത്രമല്ലല്ലോ വേണ്ടത്, പരിഹാരത്തിലേക്കുള്ള വഴി കാണിക്കുക കൂടി വേണം. അതാണ് അടുത്ത ഘട്ടം, പ്രശ്നപരിശോധനയിൽ നിന്ന് പ്രവർത്തനത്തിലേക്കുള്ള ഒരു ബ്ലൂ പ്രിന്റ്. നിലവിലെ ജനപ്രതിനിധിയുടെ അവസ്ഥ നമുക്കൊന്ന് വിലയിരുത്താം. കരുത്തെന്താണ്? IMLന്റെ ശക്തമായ അടിത്തറയും യുവജനങ്ങളുമായുള്ള ബന്ധവും. ദൗർബല്യമോ? കഴിഞ്ഞ തവണത്തെ നേരിയ വിജയവും ഒരു നിയമപരമായ ശിക്ഷാവിധിയും. അവസരങ്ങളുണ്ട്. LDF വിരുദ്ധ വികാരം മുതലെടുക്കാം, പക്ഷെ ഭീഷണികൾ അതിലും വലുതാണ്. BJP ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കുന്നു. അതിനേക്കാളും മുഖ്യ പ്രധാനം ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുന്നു എന്നതാണ്. ഇതൊന്ന് നോക്കൂ, ഇത് ഡാറ്റയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രോഗ്രസ് റിപ്പോർട്ടാണ്. ക്ഷേമകാര്യങ്ങളിൽ പ്രകടനം ഇടത്തരം. എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിലും അതിനേക്കാൾ പ്രധാനമായി ജനങ്ങളുടെ വിശ്വാസത്തിന്റെ കാര്യത്തിലും സ്കോർ വളരെ താഴെയാണ്. ഇതാണ് ഏറ്റവും അപകടകരമായ കാര്യം. വെറും 745 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടാൽ പിന്നെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. മഞ്ചേശ്വരം പോലെ ഇത്രയധികം സങ്കീർണമായൊരു മണ്ഡലത്തിൽ ഒരൊറ്റമൂലി കൊണ്ട് കാര്യമില്ല. ഒരു 4 തലങ്ങളുള്ള തന്ത്രം വേണം. അതിനെ നമുക്ക് ചതുർമുഖ സിദ്ധാന്തം എന്ന് വിളിക്കാം. 1. ശിവതന്ത്രം, അതായത് എതിരാളികളുടെ ഭരണപരാജയങ്ങളെ ശക്തമായി തുറന്നുകാട്ടുക. 2. വിഷ്ണുതന്ത്രം, വിഭജനത്തിനു പകരം എല്ലാവർക്കും സ്ഥിരതയും സുരക്ഷയും വാഗ്ദാനം ചെയ്യുക. 3. ബ്രഹ്മാവിന്റെ തന്ത്രം, മംഗൾപാടിയിലെ കുട്ടികൾക്ക് പുതിയ കോളേജുകൾ പോലെയുള്ള പുതിയ വികസന സ്വപ്നങ്ങൾ നൽകുക. 4. ദുർഗാതന്ത്രം, എൻമകജിയിലെ അമ്മമാർക്കും പുത്തികയിലെ കർഷകർക്കും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുമെന്ന ഉറപ്പു നൽകുക. ഈ 4ഉം ഒരുമിച്ച് ചേരുമ്പോഴാണ് ഒരു യഥാർത്ഥ ജനകീയ നേതാവുണ്ടാകുന്നത്. ഒരു കാര്യം ഓർക്കണം, ഭരണമെന്നത് ഒരു തരം നിക്ഷേപമാണ്. ജനങ്ങൾ അവരുടെ വോട്ട് നിക്ഷേപിക്കുമ്പോൾ അവർക്കൊരു പ്രതിഫലം പ്രതീക്ഷിക്കാനുള്ള അവകാശമുണ്ട്. അതാണ് ഗവർണൻസ് ROI. എന്താണ് ആ പ്രതിഫലം? നല്ല തൊഴിൽ, നല്ല റോഡും ആശുപത്രിയും, മുടങ്ങാത്ത ക്ഷേമപ്രവർത്തനങ്ങൾ, പിന്നെ ഏറ്റവും പ്രധാനമായി വിശ്വാസം. ഇത് 4ഉം ജനങ്ങൾക്ക് തിരികെ കൊടുക്കാൻ കഴിയണം. അതാണ് യഥാർത്ഥ വിജയം. അപ്പോ
നമ്മൾ ഇതുവരെ മഞ്ചേശ്വരത്തെ പ്രശ്നങ്ങളെക്കുറിച്ചും അതിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ചും സംസാരിച്ചു. ഇനി നമുക്ക് ഭാവിയെക്കുറിച്ച് സംസാരിക്കാം. എന്താണ് മഞ്ചേശ്വരത്തിനുള്ള ശരിയായ പാത? ജനങ്ങളുടെ ശബ്ദം കേൾക്കുന്ന, അവരുടെ ആവശ്യങ്ങളോട് ഉടനടി പ്രതികരിക്കുന്ന ഒരു ഭാവിക്കു വേണ്ടിയുള്ള വഴി എന്താണ്? ഇന്നത്തെ ഡിജിറ്റൽ കാലത്ത് ഡേറ്റ ഇല്ലാതെ രാഷ്ട്രീയം മുന്നോട്ടു പോകില്ല. പക്ഷെ ഒരു കാര്യം മറക്കരുത്, ഓരോ വോട്ടറുടെയും സ്വകാര്യതയും അവരുടെ സമ്മതവും വളരെ പ്രധാനമാണ്. ഇന്ത്യയുടെ DPDP പോലുള്ള നിയമങ്ങൾ അനുസരിച്ച് ഇത് നിയമപരമായ ഒരു കടമ മാത്രമല്ല, അതിലുപരി ഇതൊരു രാഷ്ട്രീയ നേതാവിന്റെ സത്യസന്ധതയുടെ അളവുകോലാണ്. ജനങ്ങളുടെ വിവരങ്ങളെ ബഹുമാനിക്കുമ്പോഴാണ് യഥാർത്ഥ വിശ്വാസം തുടങ്ങുന്നത്. അവസാനമായി നമുക്ക് മുന്നിലൊരു ചോദ്യമുണ്ട്. മഞ്ചേശ്വരത്തിന് എങ്ങനെയുള്ളൊരു ഭാവിയാണ് വേണ്ടത്? കഴിഞ്ഞ കാലത്തെ വിഭജനങ്ങളിലും മുറിവുകളിലും തങ്ങി നിൽക്കുന്നൊരു രാഷ്ട്രീയമാണോ, അതോ കുടിവെള്ളം, ആശുപത്രി, തൊഴിൽ തുടങ്ങിയ അടിസ്ഥാന കാര്യങ്ങളിൽ ശ്രദ്ധിച്ച് പ്രവർത്തന മികവിലൂടെ ഒരു പുതിയ ഭാവി കെട്ടിപ്പടുക്കുന്ന ഒരു നേതൃത്വത്തെയാണോ? ഉത്തരം പറയേണ്ടത് മഞ്ചേശ്വരമാണ്. നിങ്ങൾ ജനങ്ങളെ കേന്ദ്രീകരിക്കുന്ന ഒരു നേതാവാകാനും നിങ്ങളുടെ മണ്ഡലത്തെ ഉയർത്താനും ആഗ്രഹിക്കുന്നുവെങ്കിൽ blueprintstrategies.ai-യുമായി gmgr@blueprintstrategies.ai എന്ന ഇമെയിൽ വിലാസത്തിലോ 080420416002 എന്ന നമ്പറിലോ ബന്ധപ്പെടുക. രാഷ്ട്രീയത്തിനപ്പുറമുള്ള ലക്ഷ്യം.